ഇതാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രില്ല്. ഹൗസും പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് ചേഞ്ചിങ് കാര്യത്തിൽ ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷൻ ഹൗസിന്റെ അവിടെ, ഹൗസ് പോലീസ് സ്റ്റേഷന്റെ അവിടെ കാര്യത്തിന് ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അതെങ്ങനെ സംഭവിച്ചോണ്ട് പറഞ്ഞു തരാം. അങ്ങനെ തിരിച്ചും കാര്യത്തിന് ആ സിറ്റിയിലും കാര്യത്തിന് എത്തി. അപ്പൊ കുറച്ച് ലോങ്ങും കാര്യത്തിന് ട്രിപ്പും കാര്യത്തിന് അപ്പൊ എന്തെങ്കിലും ട്രെയിനും കാര്യത്തിന് എത്തിയിട്ട് പക്ഷെ നമ്മളെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് ഉണ്ട്. അപ്പൊ എന്താ സംഭവം നമുക്ക് നേരെ അറിയാൻ ചോദിച്ചോക്കാം. സാർ എന്താ വെയിറ്റ് ചെയ്തിട്ട് ഫ്രാങ്ക്ലി അർജന്റായിട്ട് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വേണം, പെട്ടെന്ന് വേണം പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാൻ പറ്റിയ വിഷു കാര്യത്തിനല്ല. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലി എന്റെ വണ്ടി നമ്മൾ രണ്ടാളെ ബാക്കിൽ ഫോളോ. അപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് നമ്മളെ ബാക്കിലും കാര്യത്തിന് പോലീസിനും കാര്യത്തിനുണ്ട്. അപ്പൊ അർജന്റായിട്ട് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വരാനാ പറഞ്ഞപ്പോ എന്താ സംഭവം നമ്മൾ അറസ്റ്റ് ചെയ്തോന്നില്ല, അറസ്റ്റ് ചെയ്ത പോലീസ് വണ്ടിയിലും കാര്യത്തിനുണ്ട്. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിലും കാര്യത്തിന് എത്തി. അപ്പൊ എന്താ നമുക്ക് സംസാരിച്ച് നോക്കാം. ഉള്ളിലും കാര്യത്തിന് ഉണ്ടാവുക പോലീസ് സ്റ്റേഷൻ കാര്യത്തില്ല. അവിടെ ബാക്കിൽ 3 വണ്ടിയിലും വരുന്നുണ്ട്. അപ്പൊ അതിൽ നേരെ ഇറങ്ങിയാണ് പോലീസുകാരോട് സംസാരിച്ച പോലെ വരുന്നത്. വെയിറ്റ് ചെയ്ത് സംസാരിച്ച് നോക്കാം. ഞാൻ എന്താ ചെയ്തത്, ഞാനൊന്നും ചെയ്തു. അപ്പൊ ഞാനിപ്പോ ബിസിനസ് ആവശ്യത്തിന് പുറത്തും കാര്യത്തിന് ഇപ്പൊ വരുന്ന ഡ്രെയിനിൽ കാര്യത്തിന് വരുന്ന ഇടയിൽ ഞങ്ങളെ കാര്യത്തിന് കണ്ടത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ സാറ് എന്ത് ചെയ്ത് സാറ് വ്യക്തമാക്കി പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ 2 ദിവസമായിട്ട് ഇവിടെ ഒന്നും ഇല്ലേ. ഫ്രാങ്ക്ലി ഞാൻ അറസ്റ്റ് ചെയ്തതൊന്നല്ല, എനിക്കൊരു ആവശ്യം നമ്മൾ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് അപ്ഗ്രേഡ് ചെയ്യാൻ പോലെ എന്താ വെച്ചാൽ എന്റെ ഹൗസ് ഇവിടെ ആക്കിയാണ് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് എന്റെ അടുത്തും കാര്യത്തിന് ആക്കാനുള്ള പ്ലാനിങ് കാര്യത്തിനുണ്ട്. അപ്പൊ ഇത് സമ്മതിച്ചാൽ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ, ഇത് സമ്മതിച്ചിരുന്നാലും മാത്രമേ ആക്കുള്ളൂ. ആ സാറ് നിങ്ങൾ ആക്കിക്കളിക്ക് കുഴപ്പമൊന്നും ഓക്കെ ഫ്രാങ്ക്ലി. അപ്പൊ എന്തായാലും അങ്ങനെ അതിനായിട്ട് ഒരു ഹെലികോപ്റ്റർ അതേപോലെ കയറും കാര്യത്തിന് വേണം. അപ്പൊ ഹെലികോപ്റ്ററും കാര്യത്തിന് ഒപ്പിച്ചൂല് ഫ്രാങ്ക്ലി, നമ്മുടെ അടുത്തൊന്നും. ഓക്കെ സാറേ ഞാൻ ഒപ്പിച്ചോളിക്കട്ടോ. എന്തായാലും ജോപ്പിച്ചപ്പോ ഹെലികോപ്റ്ററും കിട്ടിയാൽ മാത്രമേ ഹൗസ് കാര്യത്തിൽ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ ജോപ്പിച്ചാൽ വളരെ നന്ദിയാവും. ഓക്കെ സാറേ ഹെലികോപ്റ്ററും കാര്യത്തിന് ഒപ്പിച്ച. പക്ഷെ നമുക്ക് ഹെലികോപ്റ്ററും കാര്യത്തിന് ഒപ്പിച്ചു. അപ്പൊ നമ്മൾ ഹൗസും കാര്യത്തിന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോലീസുകാരും കാര്യത്തിന് വിളിച്ചു വന്നു. ഞാൻ വിചാരിച്ചു വലിയ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചു. അപ്പൊ ഹെലികോപ്റ്ററും കാര്യത്തിന് എടുക്കാൻ പോകണം. അപ്പൊ നമ്മൾ ഓൾഡ് ഹൗസിന്റെ അവിടെ കാര്യത്തിനാണ് ബിൽഡിംഗ് കാര്യത്തിന് വരുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ കാര്യത്തിന് ഹെലികോപ്റ്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ വിളിച്ചു വെച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇതാണ് ബിൽഡിംഗ് കാര്യത്തിന്. അപ്പൊ ഇതിന്റെ മുകളിൽ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ അതിൽ നമുക്ക് ബൈക്കും കാര്യത്തിന് വേണ്ടി നിർത്തിയാടെ ഇറങ്ങിയാലും നോക്കി നോക്കാം. ഇതിന്റെ ഉള്ളിലൂടെ കയറാൻ പറ്റത് ബൂട്ടിയാണെന്ന് അറിയാൻ കയറി നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെലികോപ്റ്ററും കാര്യത്തിന്. അപ്പൊ നേരെ ഹെലികോപ്റ്റർ എടുത്ത് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് കൊണ്ടുപോയിടാൻ നമ്മൾ സാർ കാര്യത്തിന് പറഞ്ഞത്. ഞാൻ ഹെലികോപ്റ്ററിലും കാര്യത്തിന് കയറിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മോൾക്ക് കാര്യത്തിന് പ്രവർത്തിച്ചതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടായത് കുഴപ്പമൊന്നുമില്ല, ഇടിച്ചാലൊക്കെ പോകാൻ പറ്റണമെങ്കിൽ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഹെലികോപ്റ്റർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയെങ്കിലും ഒരു ഡാമേജ് ഇല്ലാതെ പാർക്ക് ചെയ്യണം. അതാണ് നമുക്ക് കുഴപ്പം കാര്യത്തിൽ. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനും കാര്യത്തിന് എത്തിന് ഈ ഇടുക്ക് സ്ഥലത്ത് എങ്ങനെ പാർക്ക് ചെയ്യലുന്നുണ്ട് അങ്ങോട്ടും അങ്ങോട്ടും പോയൊക്കെ പോയത് കുഴപ്പമില്ലാതെ നിർത്തി കാര്യത്തിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അടിക്ക് എത്തിയിട്ടില്ല. പക്ഷേ അടിക്ക് എത്തി നമ്മൾ ഇങ്ങനെ ഇറങ്ങി. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇത്ര ഉള്ളു. അപ്പൊ ഹെലികോപ്റ്ററും കാര്യത്തിന് നിങ്ങൾ ഫോണിൽ മെസ്സേജും കാര്യത്തിന് എന്താ നോക്കാം. അപ്പൊ ഇത് കയറും കാര്യത്തിന്. അപ്പൊ ഇത് നമുക്ക് എടുക്കേണ്ടേ തോന്നുന്നില്ല. അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. സാറേ നമ്മൾ ഹെലികോപ്റ്ററും കാര്യത്തിന്. അപ്പൊ നമുക്ക് നേരെ കയറും കാര്യത്തിന് എടുക്കാം. അപ്പൊ അതിന് ചലഞ്ച് കാര്യം ചെയ്യണം. അപ്പൊ നമ്മൾ ബൈക്കും കാര്യത്തിൽ എടുത്താൽ അവിടെ എടുത്താൽ നമുക്ക് നേരെ ചലഞ്ചിന്റെ സ്ഥലത്ത് തന്നെ പോകാം. അപ്പൊ ചലഞ്ച് സ്ഥലത്തിന് കാര്യത്തിന് നമ്മൾ സ്ഥിരം കാണുന്ന ചലഞ്ചിങ് കാര്യത്തിന് കണ്ടുകയറുന്ന മോൾക്കൂടെ നേരെ ബിൽഡിങ്ങിന്റെ മുകളിൽ കാര്യത്തിനാണ് കയറും കാര്യത്തിന്. അപ്പൊ ചലഞ്ച് തോൽക്കാൻ പാടില്ല, ഒരട്ടം കളിച്ചാൽ മറ്റുള്ള ചലഞ്ച് കാര്യത്തിന്. അപ്പൊ എന്തായാലും ഈ ചലഞ്ച് ഫുൾ ആക്കാൻ എന്നിട്ട് കയറും കാര്യത്തിന് എടുക്കും. എന്തായാലും നമുക്ക് ചലഞ്ച് തോൽക്കാതെ പോകണം. ഫസ്റ്റ് ആയിട്ട് ഒരട്ടം മാത്രമേ കളിച്ചാൽ മതിയുള്ളൂ. അപ്പൊ കണ്ടുകയറുന്ന മോൾക്കൂടെ എല്ലാ കാര്യത്തിന് പോകണം. ബൈക്ക് ആയതുകൊണ്ട് സ്പീഡ് കൂടാതെ തന്നെ ആൾക്ക് കാര്യത്തിന് മുഖ്യം. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കാര്യത്തിന് കയറും കാര്യത്തിനല്ല. അപ്പൊ നമുക്ക് നോക്കി കളിച്ചപ്പോൾ എന്തായാലും ബിൽഡിങ്ങിന്റെ മുകളിൽ കാര്യത്തിന് എത്തി. ബൈക്ക് കാര്യം ചെറുതായിട്ട് പൊന്തിട്ട് അപ്പൊ കുഴപ്പമില്ല, താഴത്ത് ഇറങ്ങിയാണ് നോക്കുക. കയറും കാര്യത്തിന് ഇവിടെ എവിടെയായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നോക്കുകയാണ് കയറും ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷെ ഒരു ഫൈനലുള്ള കയറും കാര്യത്തിന് കണ്ടാണ്. അപ്പൊ എന്താണ് കയറും കാര്യത്തിന് കയറും കാര്യത്തിന് എടുത്തപ്പോൾ നമ്മൾ നേരെ ബൈക്കിൽ കയറിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യത്തിന് ചാടി. അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിന് JCB കാര്യത്തിനാണ്. അപ്പൊ JCB എടുക്കാൻ വേണ്ടി കുറച്ച് ഇതും ചലഞ്ച് ചെയ്യാം. ചലഞ്ച് ചെയ്താൽ മാത്രം JCB കാര്യത്തിന് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് പോകും. നമ്മളെ വീട്ടിന്റെ അവിടെ പാർട്ടി ചലഞ്ച് കാര്യത്തിന് പോലെ. അപ്പൊ അങ്ങനെ ഞാൻ ചലഞ്ചിന്റെ അവിടെ എത്തി. നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ചലഞ്ച് ചെയ്താൽ മതി. അപ്പം അവിടെ പൈതിക്ക് തന്നെ JCB കാര്യത്തിനുണ്ട്. നമ്മൾ ഓട്ടാനൊന്നും പറ്റാതെ വലിയൊരു JCB കാര്യത്തിന് നമ്മളെങ്ങാട്ടി എത്തി വലുപ്പം കാര്യത്തിനുണ്ട്. ചലഞ്ച് കഴിഞ്ഞാൽ മാത്രം മനസ്സിലുള്ള JCBന്റെ വലുപ്പം കാര്യത്തിന്. നമുക്ക് ഫോട്ടോ കാര്യത്തിന് കണ്ടത് നല്ല വലുപ്പമുള്ള ഫോട്ടോ കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം JCBന്റെ വലുപ്പം കാര്യത്തിന്. അപ്പൊ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അടിപൊളി ചലഞ്ചിങ് കാര്യത്തിന്. അപ്പൊ നമ്മൾ അത്ര ഒന്നും കളിച്ചില്ല, 2 ടൈം കളിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും റാമ്പ് അങ്ങനെ ചലഞ്ച് പിന്നെ കണ്ടെയ്നറും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നോക്കി കളിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. ഒരു കണ്ടെയ്നർ കാര്യത്തിന് കറങ്ങുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മൾ എത്തിയപ്പോൾ കഴിഞ്ഞപ്പോൾ എന്തായാലും കുറച്ചൊരു വെയിറ്റ് നിന്നപ്പോഴെങ്കിലും ശരിയായി കിട്ടിയത്. അപ്പൊ ഇങ്ങനെ പോകണം. അപ്പൊ ഈ റാമ്പ് അതേപോലെ കണ്ടെയ്നറും കാര്യത്തിന്. അപ്പൊ നീല കണ്ടെയ്നർ റാമ്പ് കാര്യത്തിന് ഈ റാമ്പ് കഴിഞ്ഞാൽ പോകണം. അപ്പൊ നീല കണ്ടെയ്നർ മോൾക്ക് കാര്യത്തിന് എത്തിയത്. അപ്പൊ ഈ റാമ്പ് ഉണ്ട്, അതേപോലെ ചോപ്പ് കണ്ടെയ്നർ, അതേപോലെ ഇങ്ങനെ കണ്ടെയ്നർ ഫുള്ളും കാര്യത്തിനുണ്ട്. അപ്പൊ എന്താ യാതൊരു ഇല്ല. അപ്പൊ ഇവിടെ ഒരു വളക്കാനുള്ള സാധനം. അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടൊക്കൊന്നും എടുക്കാതെ വളക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും കുറച്ച് മുന്നോട്ടേക്കും കാര്യത്തിന് പോയാൽ തെമ്പത്ത് പോയാണ് വളക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും തെമ്പത്തും കാര്യത്തിന് നോക്കി വളക്കാൻ സ്പീഡ് കിട്ടാൻ തന്നെ അപ്പുറത്തും കാര്യത്തിന് എത്തണെങ്കിലും. അപ്പൊ എന്തായാലും വളച്ചും കാര്യത്തിന് കിട്ടിയില്ല. അപ്പൊ ഞാൻ റാമ്പും കാര്യത്തിന് റാമ്പ് കഴിഞ്ഞ സൈഡിൽ കൂടെ ഉള്ള ആ റാമ്പ് കൂടെ പോകാന്ന് വെച്ചാൽ ഈ കാണുന്ന സൈഡിൽ കൂടെ ഉള്ള ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഉള്ള ഇത് പോകാന്ന് വെച്ചാൽ. അപ്പൊ എന്തായാലും ചാടിക്കണം. അപ്പൊ കണ്ടെയ്നർ മുകളിൽ കൂടെ ഇനി റാമ്പും കാര്യത്തിനുണ്ട്. അപ്പൊ വേസ്റ്റ് ബിന്നും കാര്യത്തിന് ആണ് ഗ്യാപ്പും കാര്യത്തിന്. അപ്പൊ ഞാൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കാര്യത്തിന്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോകുന്ന ഒരു ഐഡിയും കഴിഞ്ഞു. അപ്പൊ ഇതിൽ കൂടെ പോകാൻ പറ്റുന്നെങ്കിൽ അപ്പൊ ഇതിൽ കൂടെ പോയാൽ പെട്ടെന്ന് എത്തുന്നില്ല. വളവും തിരിവും കണ്ടെയ്നറും കാര്യത്തിന്. അപ്പൊ അതിൽ കൂടെ അങ്ങനെ തിരിച്ച് വളഞ്ഞ് ചുറ്റി വെള്ളമില്ല. ഇതിൽ കൂടെ പോകാന്ന് വിചാരിച്ചപ്പോ എന്തായാലും അയക്കൂടും കാര്യത്തിന് പോകാന്ന് വിചാരിച്ചപ്പോ ഇത് സിമ്പിൾ കാര്യത്തിന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. അവിടെ വേസ്റ്റ് ബിന്നും കാര്യത്തിന് ഇപ്പൊ കയറാൻ കുറച്ച് ടഫും കാര്യത്തിന് കുറച്ച് കയറില്ല. ബാക്കത്തെ ടയറും കാര്യത്തിന് കൊടുക്കും. അതായത് ബാക്ക് കിട്ടാൻ ഒന്നുകൂടെ കയറി നോക്കാം. അങ്ങനെ കയറില്ല. പിന്നെ കയറി നോക്കിയപ്പോ കുറച്ചങ്ങോട്ട് മുന്നിൽ എത്തി. ഇവിടെ കണ്ടെയ്നറും കാര്യത്തിന് കയറുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ മുകളിൽ എത്താന്ന് അറിയില്ല. അപ്പൊ എന്തായാലും അതിന്
മുകളിൽ പെട്ടെന്ന് എത്തിച്ചാൽ പറ്റി. അപ്പൊ എന്തായാലും അപ്പുറം കാര്യത്തിന് കടന്നിന് ഇനി കണ്ടെയ്നർ കഴിഞ്ഞ റാമ്പും കാര്യത്തിന് അപ്പൊ റാമ്പിന്റെ മുകളിൽ കൂടെ അപ്പുറത്ത് കാര്യത്തിൽ ചാടിച്ചു. അപ്പൊ എന്തായാലും റാമ്പും കഴിഞ്ഞിട്ട് അപ്പുറത്തും കാര്യത്തിൽ ചാടി. അപ്പൊ ഇനിയും കണ്ടെയ്നർ അപ്പൊ ഇത് റാമ്പും കണ്ടെയ്നർ അങ്ങനത്തെ സത്യപ്പും കാര്യത്തിന്. അപ്പൊ അടുത്ത കണ്ടെയ്നർ കാര്യത്തിന് പെട്ടെന്ന് ജസ്റ്റ് മിസ് നമ്മൾ കഴിച്ചില്ല, നമ്മൾ ഗ്യാപ്പിൽ കുടുങ്ങി പോയെന്ന് വിചാരിച്ച് എന്താ ഭാഗ്യത്തിന് മാത്രമേ രക്ഷപ്പെട്ടു എന്നുള്ളൂ. അപ്പൊ ഈ നേരെ മുന്നേ കണ്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ കാര്യത്തിന് JCB കാര്യത്തിന് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഇവിടെ ഒരു കണ്ടെയ്നർ കാര്യത്തിന് കറങ്ങണം. അപ്പൊ ഞാൻ മെല്ലെ ഗ്യാപ്പ് എടുത്തു. അപ്പൊ എന്തായാലും ഇവിടെ കുറച്ച് ടഫും കാര്യത്തിന് നമുക്ക് കുഴപ്പമില്ല പോയി നോക്കാം. കണ്ടെയ്നർ കാര്യത്തിന് കറങ്ങണം. അപ്പൊ നോക്കിയാണ് ചാടാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും കണ്ടെയ്നർ കാര്യത്തിന് നേക്കാന്നില്ല. അപ്പൊ ഒറ്റ ചാട്ടം ചാടാന്ന് വെച്ചപ്പോ JCB സ്ഥലത്തും കാര്യത്തിന് അങ്ങനെ എത്തിന്. പക്ഷെ ഇവിടെ JCB കാര്യത്തിന് നോക്കണ്ടേ. അപ്പൊ ഇറങ്ങി നോക്കാം. അപ്പൊ ഇതാണ് JCB കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇന്നെക്കാട്ടി എസ്റ്റും കാര്യത്തിന് വലിപ്പമുണ്ട്. അപ്പൊ നല്ല വലിപ്പമുള്ള JCB കാര്യത്തിന് നമ്മൾ പിക്ക് ചെയ്തതാണ്. എന്തായാലും ഹൗസും കാര്യത്തിന് കൊണ്ടുപോകാൻ ഇത്ര വലിപ്പമുള്ള JCB കാര്യത്തിന് വേണം. നമ്മുടെ ഹൗസിന്റെ അത്ര ഭാഗത്തുള്ള. അപ്പൊ എന്തായാലും നമ്മുടെ ഹൗസിന്റെ അവിടെ കാര്യത്തിന് എത്തിന്. അപ്പോഴത്തെ സ്വിമ്മിംഗ് പൂളും കാര്യത്തിന് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ആദ്യത്തെ പോലീസ് സ്റ്റേഷന്റെ മിത്ത കാര്യത്തിന് കൊടുത്തിട്ട് ഇവിടുത്തെ അങ്ങോട്ടും കൊണ്ടുപോയിട്ട് അപ്പൊ സെറ്റപ്പും കാര്യത്തിന് ചെയ്ത് അത് ഞാൻ കാണിച്ചിട്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പും കാര്യത്തിന്. അപ്പൊ അവിടുത്തെ സെറ്റപ്പും കാര്യത്തിന് ഇതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ കാര്യത്തിന് ഇനി പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് അങ്ങോട്ടും മാറ്റി ഞാൻ വീട് കാര്യത്തിന് മാറ്റാനാണ്. ബാക്കിയൊക്കെ നമ്മൾ സെറ്റപ്പും കാര്യത്തിന് ചെയ്ത് വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഹെലികോപ്റ്ററായിട്ട് ഇത് അങ്ങോട്ടും അതേപോലെ JCB ആയിട്ട് അത് ഇങ്ങോട്ടും കാര്യത്തിന് കൊണ്ടുവെക്കാനുള്ളൂ. അപ്പൊ അതെന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷൻ ഹൗസും കാര്യത്തിന് ചേഞ്ച് ചെയ്യാനുള്ള സമയം കാര്യത്തിന് ഇരിക്കണം. അപ്പൊ JCB നമ്മൾ ഹൗസും കാര്യത്തിന് കൊടുന്ന് സെറ്റപ്പ് ആക്കി ഇങ്ങനെ വെക്കണ്ടേ. അതേപോലെ ഹെലികോപ്റ്ററിൽ നമ്മളെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് അങ്ങനെ കൊണ്ടുപോയി വെക്കണം. അപ്പൊ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് ഇറക്കണം കാണാൻ തന്നെ അടിപൊളി കാര്യത്തിനാണ്. അപ്പൊ അത് പോലീസ് സ്റ്റേഷൻ കുഴപ്പമില്ലാതെ കാര്യത്തിനാണ് ഇറക്കിക്കണം. അപ്പൊ അതിൽ ഇറക്കണം കാണാൻ തന്നെ അടിപൊളി കാര്യത്തിനാണ്. അപ്പൊ അതേപോലെ തന്നെ വീടും കാര്യത്തിന് സെറ്റപ്പും കാര്യത്തിന് ചെയ്ത് വെച്ച് അപ്പൊ ഒക്കെ സെറ്റപ്പും കാര്യം ചെയ്ത് കാണിച്ചില്ല. പക്ഷെ അങ്ങനെ വീടും കാര്യത്തിന് ഒക്കെ സെറ്റപ്പ് നമ്മൾ വണ്ടിയും കാര്യത്തിന് വെച്ച് അതേപോലെ എല്ലാതും സെറ്റപ്പും കാര്യത്തിന് ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് സെറ്റപ്പ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങളെ അഭിപ്രായം താഴെ കമന്റിൽ മാർക്ക് ചെയ്ത് ഹൗസ് അങ്ങോട്ടും പോലീസ് സ്റ്റേഷനും കട്ടാക്കി നിങ്ങളെ അഭിപ്രായം താഴെ കമന്റിൽ മാർക്ക് ചെയ്ത് നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വരുന്നത്. ഫ്രാങ്ക്ലിൻ ഒരുപാട് നന്ദിയുണ്ട് ഫ്രാങ്ക്ലിൻ. എന്തായാലും താങ്ക് യു ഫ്രാങ്ക്ലിൻ. വേറെ ഇപ്പൊ അടിപൊളി കാര്യത്തിനല്ല പോലീസ് സ്റ്റേഷനിലുള്ള ഹൗസും കാര്യത്തിന് കാണാൻ വേണ്ടി എന്താ റോക്കറ്റിന്റെ ഒച്ച കാര്യത്തിന് ഇപ്പൊ സംഭവം